ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് നിറച്ച് വേണ്ട, അതിൽ നിന്ന് ഒരു കുറച്ചളവിൽ കോൺഫ്ലോർ ആണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിലാണ് ഞാൻ ഇവിടെ പാലെടുത്തിരിക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി അളവിലുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഓൾറെഡി കോൺഫ്ലോർ പെട്ടെന്ന് നല്ല തിക്കായിട്ട് വരും. അപ്പം ആ സമയത്ത് നമ്മൾക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഈ സമയം നമ്മളിത് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറയുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ ഗ്യാസിലേക്ക് വെക്കാം. നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെക്സ്ചറല്ല ഇതിന് വേണ്ടത്. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് നമുക്ക് കിട്ടണം. പക്ഷേ കട്ടയൊന്നും കൂടാതെ വേണം ഇത് കിട്ടാനായിട്ട്. അതുകൊണ്ട് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ കോൺഫ്ലോറിൻ്റെ എടുത്ത അതേ അളവിൽ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കരുത്. അതിനാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതാണ് ഇതിന് നല്ലതെന്ന്. ഇനി ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാനും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഒത്തിരി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലും അല്ല വേണ്ടത്, എന്നാൽ ഒരുപാട് തിക്കായിട്ടുള്ളതല്ല. ഈ ഒരു പരുവത്തിനാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്കിത് മറ്റൊരു ട്രേയിലേക്ക് മാറ്റാം. നമ്മളിത് ഇതേ ചൂടോടുകൂടി തന്നെ വേണം ട്രേയിലേക്ക് മാറ്റുവാനായിട്ട്. അതിനാൽ നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം തന്നെ ഏത് പാത്രത്തിലാണോ നമ്മളത് മാറ്റുന്നത് അതിൽ കുറച്ച് നെയ്യ് തടവി നേരത്തെ തന്നെ വെച്ചേക്കണം. അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിന് മുകളിൽ അല്പം നെയ്യ് തടവിയാലും മതി. ഞാനിവിടെ ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് അതിന് മുകളിൽ നെയ്യൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തോട്ടും ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ആവാനായിട്ട് ഇത് ടാപ്പ് ചെയ്തു. ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിലാണെങ്കിൽ ഫ്രീസറിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ നേരത്തേക്ക് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പുഡിംഗ് ഇവിടെ നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട, കാരണം ഇത് ഓൾറെഡി വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് മുറിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വലുപ്പത്തിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. ഇതിന് വളരെ ടേസ്റ്റാണ്. നമുക്ക് തണുപ്പോടുകൂടി തന്നെ കഴിക്കുമ്പോഴത്തേക്ക് വായിൽ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണിത്. ഇങ്ങനെ തന്നെയും നമുക്കിത് കഴിക്കാം. അപ്പം നമ്മുടെ മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് മിൽക്ക് ഫ്രൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് പുഡിംഗ് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആവുന്നതാണ്. നമ്മുടെ തീ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിക്ക് പിടിച്ചു പോകും. അതുകൊണ്ട് നമുക്കിതൊന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം